ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിറാക്കിൾ സ്പൈസ് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പൊടിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൊടി ഒരു മാസം വരെ കേടുവരാതിരിക്കും. ഇത് ചോറിനോടൊപ്പം മാത്രമല്ല, ദോശയോടൊപ്പവും ഇഡ്ഡലിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടിയാണ്. ഈ പൊടി മറ്റൊന്നുമല്ല, ഹെൽത്തി സൂപ്പർ മിറാക്കിൾ ഫുഡായ മുരിങ്ങയില കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും കുട്ടികൾ സഹിതം ദിവസം ഏതെങ്കിലും ഒരു നേരം ഉച്ചയ്ക്കോ അല്ലെ ഡിന്നറിനോ ആദ്യത്തെ 2-3 ഉരുള 1 ടേബിൾ സ്പൂൺ ഈ പൊടിയിട്ട് അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കഴിക്കും. അത് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി ചോറ് മറ്റു കറികൾ ഉപയോഗിച്ച് കഴിക്കുന്നത്. പശുവിൻ നെയ്യ് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യം ഈ പൊടിയും നെയ്യും ചേർത്ത ചോറ് കഴിക്കുമ്പം നമ്മുടെ വയറിൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ആദ്യം തന്നെ അബ്സോർബ് ആവും. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായിട്ടും കാണണം. ഈ മുരിങ്ങയില പൊടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുരിങ്ങയില നല്ല വൃത്തിയായിട്ട് കഴുകി ഇലകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങയില ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇതിലൊരുപാട് പ്രോട്ടീൻസും കാൽഷ്യവും അയണും വൈറ്റമിൻ എ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു അത്ഭുതമായ ഒരു ഇലയാണ്. ഇപ്പം ഞാൻ ഈ മുരിങ്ങയില വെയിലത്ത് ഉണക്കാൻ വെക്കുകയാണ്. പൊടിയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് ഇതൊന്ന് മൂടാം. ഇത് നന്നായി ഉണങ്ങാൻ ഒരു 2-3 ദിവസം പിടിക്കും. നല്ലതുപോലെ മുരിങ്ങയില ഉണങ്ങണം. ഈ മുരിങ്ങയില രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആകാനും കൊളസ്ട്രോൾ കുറച്ച് ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബോൺസ് സ്ട്രോങ് ആവാനും കണ്ണുകളുടെ കാഴ്ച കൂട്ടാനും ഒക്കെ മുരിങ്ങയില വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ നല്ല വെയിലുണ്ടായത് കൊണ്ട് 3 ദിവസത്തിൽ തന്നെ മുരിങ്ങയില നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിൽ ഒരു തരത്തിലും ഈർപ്പമില്ല. നമ്മൾ കയ്യിലൊന്ന് ഞെരടിയാൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. കണ്ടില്ലേ എത്ര നല്ലതുപോലാണ് മുരിങ്ങയില ഉണങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ ഉണങ്ങിയ മുരിങ്ങയില മാറ്റി വയ്ക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായി നമ്മളൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ റോസ്റ്റും ചെയ്യാം. ഇതിൽ ഇപ്പം 6-7 പിരിയ മുളകും 8-9 ഉണക്കമുളകും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. മുളക് ഒന്ന് ഫ്രൈ ആകണം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 തരം മുളക് ഇടുന്നുണ്ട്. പിരിയ മുളക് ഇതിന് നല്ല കളറും തരും, ഉണക്കമുളക് ഇതിന് വേണ്ട എരിയും തരും. ഇതൊന്ന് വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം അതേ പാനിൽ 1/4 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ നമുക്ക് കപ്പലണ്ടിയുടെയും പരിപ്പുകളിൽ നിന്നും നല്ല പ്രോട്ടീൻസും മറ്റു പല ഗുണങ്ങളും ഈ മുരിങ്ങയില പൊടിക്ക് കിട്ടും. ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം ഉള്ളിൽ നിന്നും നന്നായിട്ട് ഫ്രൈ ആകും. എന്നിട്ട് നമ്മളിതിൽ 1 കപ്പ് കരിവേപ്പിലയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കരിവേപ്പില ഞാൻ നല്ലതുപോലെ കഴുകി ഫാനിൻ്റെ അടിയിൽ നല്ലതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയാലും പാത്രങ്ങളായാലും സ്പൂണായാലും വെള്ളം നനവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ പൊടി ഒരുപാട് നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കേടാകും. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്യണം. കരിവേപ്പില നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകണം. പെർഫെക്റ്റായി എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതും പിന്നെ വറുത്ത വെച്ചിരിക്കുന്ന മുളകും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ആറിയതിന് ശേഷം നമ്മളിത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മിക്സി ജാറിലും നനവൊന്നുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ കയ്യിലെടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊടിയുന്നുണ്ട്. ഇപ്പം ഇതിനോടൊപ്പം നമ്മൾ വെയിലത്ത് ഉണക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില 3 കപ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ മുരിങ്ങയില എണ്ണയിലൊന്നും ചൂടാക്കുന്നില്ല, വെയിലത്ത് ഉണങ്ങിയത് തന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുകയാണ്.
ഇങ്ങനെ 3 കപ്പ് നമുക്ക് മുരിങ്ങയില ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മുഴുവനും ഇതിനകത്ത് ചേർക്കുന്നു. എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ച് പുളി, 10-12 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. വെളുത്തുള്ളിയും കഴുകി വെള്ളമൊന്നുമില്ലാതെ തുടച്ചെടുത്തതാണ്. പൊടി നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില പൊടി റെഡി ആയിട്ടുണ്ട്. ഈ പൊടി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ 1 മാസം വരെ കേടുവരാതെ ഉപയോഗിക്കാം. നനവൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ സ്പൂൺ വേണം നമ്മൾ മുരിങ്ങയില പൊടി എടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്നിട്ട് ദിവസവും ഞങ്ങളും എല്ലാവരും 1 ടേബിൾ സ്പൂൺ ഈ പൊടിയും 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കഴിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ മിറാക്കിൾ സ്പൈസ് മിക്സ് മുരിങ്ങയില പൊടി. ഉണ്ടാക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.